പവിത്രതയോടെ വ്രതം നോറ്റ് ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാർ എത്തിപ്പെടുന്നത് മാലിന്യങ്ങളിലേക്കാണ്. പവിത്രം ശബരിമല എന്ന പേരിൽ ശുചീകരണ പ്രവർത്തനം നടക്കുന്നെങ്കിലും ഭക്തരുടെ തിരക്ക് പരിഗണിക്കാതെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും ശബരിമലയിൽ മതിയായ സൗകര്യങ്ങളില്ല. പുല്ലുമേട് വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ വിരിവയ്ക്കുന്ന സ്ഥലങ്ങളാണിത്. പലയിടത്തും മലിനജലവും ഈച്ചശല്യവും. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ മാലിന്യങ്ങൾക്കിടയിൽ. പേര് മാത്രമേ ഉള്ളൂ, കാനനം മനോഹരം എന്ന പേര് മാത്രമേ ഉള്ളൂ, ഒരു വൃത്തിയില്ല. ആ വരുന്ന വഴിക്ക് നോക്കി തന്നെ അറിയാം, മൊത്തം ഭയങ്കര ബോറായിട്ട് ഇട്ടേക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ മകരവിളക്ക് മഹോത്സവത്തിന് മുന്നേ താൽക്കാലിക ശുചിമുറികൾ സ്ഥാപിക്കുമെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. നടപ്പന്തലിലെത്തി മണിക്കൂറുകൾ കാത്തുകിടക്കുന്നവരാകട്ടെ മലമൂത്ര വിസർജ്യത്തിനിടയിൽപ്പെട്ട അവസ്ഥയാണ്. சுத்தமாக இருக்கும், அந்த சுத்தம் இப்போ கிடையாது. எல்லா இடத்துலையும் அங்கங்கே கலிஜாக இருக்குது. நல்ல பாத்ரூம் வசதி கிடையாது. தண்ணி வசதி எங்கேயோ ஒன்று வச்சுருக்காங்க, எங்கேயோ முக்கிய கிடையாது. நேற்றெல்லாம் மழையில் ஒரு 10 மணி நேரம் மழையில் நனைஞ்சிட்டு இருந்தோம். குழந்தைங்க குட்டிங்கெல்லாம் ரொம்ப கஷ்டப்படுறாங்க. இப்படி இருந்தால் ശബരിമലയ്ക്ക് வரதை நிறையா பேர் அவாய்ட் பண்ணுவாங்க. പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കി പവിത്രം ശബരിമലയിലേക്ക് നീങ്ങി. പക്ഷേ ചുറ്റുമുള്ളത് വൃത്തിഹീനമായ അന്തരീക്ഷം. ഒരു ദിവസം 1 ലക്ഷം തീർത്ഥാടകരെങ്കിലും സന്നിധാനത്തേക്ക് എത്തുന്നുവെന്നാണ് കണക്ക്. അവർക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയെന്ന് ദേവസ്വം ബോർഡും പറയുന്നു. ശുചീകരണ പ്രവർത്തനം നടക്കുന്നെങ്കിലും നടപ്പന്തൽ ഉൾപ്പെടെയുള്ള പലയിടത്തും സ്ഥിതി ഇതാണ്. അതായത് കൃത്യമായ പഠനമില്ലാതെ തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിക്കാതെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനമെന്ന് സാരം. ക്യാമറമാൻ അഭിത്തിനൊപ്പം അരുൺ പാറക്കൽ, 24 സന്നിധാനം.